ഞാൻ പറയാൻ വന്നത് ട്രെയിലറിൽ കാണിച്ചേക്കുന്ന പോലെ അല്ല കേട്ടോ പാനി. അത് ഞാൻ ഇപ്പോഴേ പറയണേ. സസ്പെൻസ് ഉണ്ട്. അതെ, കുറച്ച് സസ്പെൻസ് ഉണ്ട്. കണ്ണകിയെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കഥയല്ല. ഇപ്പൊ വിനീതേട്ടൻ പറഞ്ഞ കഥയായിട്ട് ചെറിയ സാമ്യമുള്ളൂ, അതിലും ടിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴേ പറയണം. എന്തായാലും എന്നെ സംബന്ധിച്ച് സത്യം പറയാനുണ്ടല്ലോ, ആദ്യം ഇങ്ങനല്ല ഈ കഥ പ്ലാൻ ചെയ്ത്. അപ്പൊ വിനീതേട്ടൻ പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, എടാ ഇതിന്റെ അകത്തൊരു സീനുണ്ട്, ആദ്യം തന്നെ കാണിക്കുന്ന ഇങ്ങനെ ഒരു സീനാണ്, ന്യൂഡായിട്ട് ഉള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞു. ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അഡ്വാൻസ് കിട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് 2-3 ദിവസം മുമ്പാണ് വിനീതേട്ടൻ പറഞ്ഞേ, എടാ അതെ നീ അങ്ങനെ മൊത്തം ഊരണോ, നീ ഒരു ഷട്ടി ഇട്ടോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ അന്ന് കണ്ണകി ഫ്രണ്ടിൽ ഇല്ല കേട്ടോ ആ ടൈമില്. അതെ അതെ, കണ്ണകിന്റെ ലാസ്റ്റ് ആണ്. ആദ്യം ആണിനെ പ്ലാൻ ചെയ്തത്. ഒരാൾ നമ്മളെ പ്രജൂൺ മാഷില്ലേ, അല്ലെ, പ്രജൂൺ മാഷിനെ ഒരു സെറ്റപ്പിലാണ്, നല്ലൊരു സെറ്റപ്പിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രജൂൺ മാഷിനെ വിളിച്ചു പറയാനൊന്നും നിന്നില്ല, കാരണം ഫുള്ള് പ്ലാൻ ആയിട്ട് പറയാന്ന് വിചാരിച്ചു. അതിനുശേഷം വിനീതേട്ടൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞാ ഇതൊരു ലേഡി ആക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കണ്ണകി വരുന്നത് ചെയ്തത്. അപ്പം ട്രെയിലർ കാണുന്ന പോലെയല്ല, കുറച്ചൊക്കെ വ്യത്യാസം കാണും. വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ ഈ ഇപ്പോഴും എനിക്ക് തുണിയില്ലാതെ അഭിനയിച്ച വലിയ അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നാളെ ഒരു 1000 പേരുടെ മുന്നിലാണെങ്കിലും സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തുണിയില്ലാതെ അഭിനയിക്കുക, അത് പ്രശ്നമൊന്നുമില്ല. സെക്സ് ആയിട്ടുള്ള രീതിയല്ല, ഇതുപോലെ എന്തെങ്കിലും തല്ലുകൊള്ളുന്നതോ സ്ട്രഗിൾ ആയിട്ട് വരുന്നത് അങ്ങനെ എന്തെങ്കിലും സാധനമാണെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ ലിപ് ലോക്കും സ്മോക്കിംഗ് ഒഴിച്ച് ഞാൻ എന്തും ചെയ്യും, അത്രേ ഉള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം പൊട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും മണ്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും ഞാനത് ചെയ്യും. മനസ്സിലായി? ഇപ്പൊ ഒരു മണ്ണ് തിന്നുന്ന അതെ, ഞങ്ങള് ആരും വലിയ സംഭവമൊന്നുമല്ല. കാരണം നമ്മള് വേറൊന്നുമല്ല, നമ്മളൊരു സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് മാത്രമാണ് ഷോർട്ട് ഫിലിം. അത് ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുപോലെ ചെയ്തൊരു വർക്ക് മാത്രമാണ് ഇത്. കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇനിയും നല്ല വ്യത്യസ്തമായിട്ടുള്ള കഥകൾ, യഥാർത്ഥ ജീവിതത്തിൽ നിന്നുള്ള കഥകൾ, അല്ലാണ്ട് ഇവിടെ ഫാന്റസി സബ്ജക്റ്റുകളൊന്നും നമുക്ക് വേണ്ട.